ഹലോ വെൽക്കം ടു മാസ് ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിനൈസൻസ് ആൻഡ് റിസ്റ്റോറേഷൻ പീരീഡിൻ്റെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആണ്. സോ ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നോക്കാം. സോ ഒരു റിസ്റ്റോറേഷൻ ഏജിൻ്റെ ടൈം ലൈൻ എപ്പോഴാണ്? 1660 to 1700 AD ആണ് റിസ്റ്റോറേഷൻ ഏജിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു റിസ്റ്റോറേഷൻ ഏജ് വരുന്നതിന് മുമ്പ് അവിടെ ഒരു കോമൺവെൽത്ത് പീരീഡ് ഉണ്ടായിരുന്നു. ആരായിരുന്നു കോമൺവെൽത്ത് പീരീഡിൻ്റെ നോക്കുന്നുണ്ടായിരുന്നത്? അണ്ടർ ദ റിഗൈൻ ഓഫ് ഒലിവർ ക്രോംവെൽ ആയിരുന്നു കോമൺവെൽത്ത് പീരീഡ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു? ആ ഒരു ടൈമിൽ മൊനാർക്കി കിങ്ങിൻ്റെ മൊനാർക്കി അതൊക്കെ കംപ്ലീറ്റ്ലി അബോളിഷ്ഡ് ആയിരുന്നു. സോ ബിഫോർ ദ റെസ്റ്റോറേഷൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഡ്യൂറിങ് ദ റെസ്റ്റോറേഷൻ ഏജ്, സോ ഈ റെസ്റ്റോറേഷൻ ഏജിൽ ചാൾസ് സെക്കൻഡ് ത്രോണിലേക്ക് വന്നു. അതുപോലെ തന്നെ മൊനാർക്കി അങ്ങനത്തെ ഇതൊക്കെ ഒന്നും കൂടി റീ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തു ഇംഗ്ലണ്ടിൽ. ഓക്കെ, സോ ഈ റെസ്റ്റോറേഷൻ ഏജിന് ദ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നും അറിയപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. സോ റെസ്റ്റോറേഷൻ ഏജ് ഓൾസോ കോൾഡ് ആസ് ദ ഏജ് ഓഫ് ഡ്രൈഡൻ ബിക്കോസ് എന്തുകൊണ്ടാണ്? ജോൺ ഡ്രൈഡൻ വാസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ഓഫ് ദിസ് ഏജ്. ഓക്കെ, സോ അതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റോറേഷൻ ഏജ്. നമുക്ക് ഇനി ഇതിലെ മേജർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഒക്കെ നോക്കാം. സോ ഫസ്റ്റ്ലി തിയേറ്റർ ബാൻ വാസ് ലിഫ്റ്റഡ്. സോ ആ ഒരു സിവിൽ വാർ അതുപോലെ തന്നെ കോമൺവെൽത്ത് പീരീഡിൽ തിയേറ്റേഴ്സൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ റെസ്റ്റോറേഷൻ ഏജിൽ ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്തു? തിയേറ്റർ ബാനൊക്കെ ഒഴിവാക്കി. ഓക്കെ, ഹി വാസ് ലിഫ്റ്റഡ് ദ തിയേറ്റർ ബാൻസ് ഇൻ 1660. സോ അതുപോലെ തന്നെ പിന്നെന്താണ് വന്നത്? ഒരു റോയൽ സൊസൈറ്റി ഫോമായി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റോയൽ സൊസൈറ്റി. സോ ഈ റെസ്റ്റോറേഷൻ ഏജിലാണ് റോയൽ സൊസൈറ്റി വന്നത്. എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ പറയുന്നത്? ഇതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ഇവർ ലോജിക് ആൻഡ് റീസണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു റോയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ തേർഡ് മെയിൻ തിങ് ഹാസ് ആപ്പൻഡ് ഈസ് ദാറ്റ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, അല്ലേ? ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ വന്നത് ഈ ഒരു റെസ്റ്റോറേഷൻ ഏജിലാണ്. അത് വന്നത് ഇൻ 1666 ആ ഒരു സമയത്ത് 300 ഹൗസസ്, ഓക്കെ, 300 ഹൗസസ് വെയർ ബേൺ ഡൗൺ. ഓക്കെ, ഇൻ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനിൽ 300 ഹൗസസ്, ഓൾമോസ്റ്റ് 300 ഹൗസസ് വെയർ ബേൺ ഡൗൺ ഇൻ ലണ്ടൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ എമേർജ്ഡ് ആയി. അവിടെ രണ്ട് മെയിൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസാണ് വന്നത്. വൺ ഈസ് ദ വിഗ്സ് ആൻഡ് അനദർ വൺ ഈസ് ടോറി. സോ വിഗ്സ് എങ്ങനത്തെ ആൾക്കാരായിരുന്നു? ദിസ് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ദേ വാണ്ടഡ് ടു ലിമിറ്റ് ദ പവർ ഓഫ് കിങ് ഓർ മൊനാർക്കി. സോ ഇവരെന്താണ് പറയുന്നത്? ഓർഡിനറി പീപ്പിൾസിന് റൈറ്റ് എല്ലാവർക്കും ഒരേപോലെ വേണം. കിങ്ങിന് അതുപോലെ തന്നെ മൊനാർക്കിക്ക് മാത്രമായിട്ട് ഒരു പവർ അവരിൽ തന്നെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഓർഡിനറി പീപ്പിൾസിലേക്കും എത്തണമെന്നാണ്. സോ ദേ വാണ്ട് ടു ലിമിറ്റ് ദ പവർ ഓഫ് കിങ് ഓർ മൊനാർക്കി. സോ സെക്കൻഡ് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ദ ടോറീസ്. സോ ടോറീസ് എങ്ങനെയായിരുന്നു? ദേ ഹാവ് സപ്പോർട്ടഡ് ദ ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്. സോ കിങ്ങിൻ്റെ സപ്പോർട്ടേഴ്സാണ് ഈ ഒരു ടോറി പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, സോ ഇതായിരുന്നു റിസ്റ്റോറേഷൻ ഏജിലെ മേജർ ടു മെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ തിങ് ഈസ് ദാറ്റ് റിലീജിയസ് കോൺഫ്ലിക്റ്റ്. അവിടെ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് ചാൾസ് സെക്കൻഡ് എങ്ങനെയുള്ള ഒരാളായിരുന്നു? ഒരു ആംഗ്ലിക്കൻ ആയിരുന്നു. സോ ഈ ഒരു ഡ്യൂറിങ് ദ റിസ്റ്റോറേഷൻ ഏജിൽ പ്യൂരിറ്റൻ ആയിട്ടുള്ള ഐഡിയാസ് വെയർ കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. ഓക്കെ, പ്യൂരിറ്റൻ ഐഡിയാസ് റിജക്റ്റ് ആക്കി ബിക്കോസ് ചാൾസ് സെക്കൻഡ് ഒരു ആംഗ്ലിക്കൻ ആയിരുന്നു. സോ ആ ഒരു ടൈമിൽ ഇൻ 1685 ആകുമ്പോഴത്തേക്കും ചാൾസ് സെക്കൻഡ് മാറിയിട്ട് ജെയിംസ് സെക്കൻഡ്, ദ ബ്രദർ ഓഫ് ചാൾസ് സെക്കൻഡ്, ഹാസ് ബിക്കം ദ ന്യൂ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ജെയിംസ് സെക്കൻഡ് എങ്ങനെയായിരുന്നു? ജെയിംസ് സെക്കൻഡ് ഒരു റോമൻ കാത്തലിക് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഹീ സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് റോമൻ കാത്തോലിക്. സോ ജെയിംസ് സെക്കൻഡ് റോമൻ കാത്തോലിക് ആയതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ടാക്കിയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 3 ഇയേഴ്സ്, ഓക്കെ, ആ ഒരു 3 ഇയേഴ്സിൽ എൻറ്റയർ നേഷൻസ് എല്ലാ ആൾക്കാരും ജെയിംസ് സെക്കൻഡിൻ്റെ എതിരെ തിരിഞ്ഞു. ദേ ഹാവ് വെൻറ്റ് അഗെയിൻസ്റ്റ് ഹിം. Then is that in 1688 a glorious revolution occurred there.
So this is some of the major important things. Then is happened a French influence വന്നു. ബിക്കോസ് ചാൾസ് സെക്കൻഡ് എങ്ങനെയായിരുന്നു, മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഹി ഹാസ് സ്പെൻഡ് ഇൻ ഫ്രാൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു നോളജൊക്കെ ചാൾസ് സെക്കൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്റ്റോറേഷൻ ഏജിൻ്റെ റൈറ്റേഴ്സ് ദേ ഹാവ് ഇമിറ്റേറ്റഡ്, ഓക്കെ, ഫ്രഞ്ച് റൈറ്റേഴ്സിനും അതുപോലെ തന്നെ പ്ലേ റൈറ്റേഴ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റെസ്റ്റോറേഷൻ ഏജിൽ റൈറ്റേഴ്സ്. സോ ഈ ഒരു സമയത്ത് ഷേക്സ്പിയർ ബിക്കേം അൺപോപ്പുലർ, ഓക്കെ, ബിക്കോസ് എവ്രി വൺ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഇമിറ്റേറ്റഡ് ദ ഫ്രഞ്ച് റൈറ്റേഴ്സ് ആൻഡ് പ്ലേ റൈറ്റേഴ്സ്. സോ ഇതാണ് റെസ്റ്റോറേഷൻ ഏജിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. In the next video, we will cover the literary overview of the Restoration Age. So ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.